നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86 വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 882. വേദമൂർത്തികൾ തുടർന്നു: പ്രിയപ്പെട്ട ഭഗവാനെ, തികഞ്ഞ കൃഷ്ണാവബോധത്തിൽ തൻ്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഭക്തിയുത സേവനത്തിലൂടെ ശുദ്ധീകരിക്കുന്നവന് മനസ്സു സുഹൃത്തായി തീരും. മറിച്ചാണെങ്കിൽ മനസ്സ് എന്നും അവൻ ശത്രുവായിരിക്കും. മനസ്സു ശുദ്ധമാകുമ്പോൾ അതിനു സദാ സർവേശ്വരനെക്കുറിച്ചു ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മനസ്സു ഭഗവത് സേവനത്തിൽ വ്യാപൃതമായിരിക്കുമ്പോൾ അതു ജീവാത്മാവിൻ്റെ ഉറ്റ സുഹൃത്തായി തീരുന്നത്. അവിടേക്ക് ജീവാത്മാക്കൾ എന്നും പ്രിയപ്പെട്ടവരാണ്. അതിനാൽ മനസ്സ് അവിടുത്തെ ചിന്തയിൽ വ്യാപൃതമായിരിക്കുമ്പോൾ ഒരുവൻ അനേകം ജന്മങ്ങളായി അഭിലഷിച്ചു കൊണ്ടിരിക്കുന്ന പൂർണ്ണ സംതൃപ്തി കൈവന്നതായി അവന് തോന്നും. ഇപ്രകാരം മനസ്സ് ഭഗവാന്റെ പാദപദ്മങ്ങളിൽ സ്ഥിരമായി നിൽക്കുമ്പോൾ തരം താഴ്ന്ന ആരാധനയോ ആത്മസാക്ഷാത്കാരത്തിനായി മറ്റ് ഏതെങ്കിലും പ്രക്രിയ സ്വീകരിക്കുകയോ ചെയ്യുന്ന ജീവാത്മാവ് ജനന മരണങ്ങളുടെ പുനരാവൃത്തിക്ക് ഇരയായി തീരുന്നു. അതിൻ്റെ ഫലമായി പട്ടി, പൂച്ച തുടങ്ങിയ ഗർഹണീയമായ ജീവിഗണത്തിൽ പ്രവേശിച്ച് ജീവാത്മാവ് എത്രമാത്രം അധപതിക്കുന്നുവെന്നു ആർക്കും കണക്കാക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിരതനാകുന്നതിനു പകരം ദാർശനിക സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനാകുന്നവനും സുഖാനുഭോഗത്തിനായുള്ള കർമ്മങ്ങളിലേർപ്പെടുന്നവനും അത്തരം പ്രവൃത്തികളുടെ വിഷലിപ്തമായ ഫലങ്ങൾ പാനം ചെയ്യേണ്ടി വരും. ഇത്തരം ആളുകൾ വിവിധ ജീവിഗണത്തിൽ ജന്മമെടുത്ത് മാംസാഹാരം, മദ്യപാനം എന്നീ ഗർഹണീയമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായി തീരും. ഭൗതികവാദികൾ പൊതുവെ ക്ഷണികമായ ശരീരത്തെ ആരാധിച്ചു ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ ക്ഷേമത്തെ വിസ്മരിക്കുന്നു. ചിലർ ശാരീരിക സുഖങ്ങൾ മെച്ചപ്പെടുത്താൻ ഭൗതിക ശാസ്ത്രത്തിൽ അഭയം തേടുന്നു. ചിലർ സ്വർഗപ്രാപ്തിക്കായി ദേവതാരാധനയിൽ ഏർപ്പെടുന്നു. ആത്മാവിൻ്റെ താത്പര്യങ്ങൾ മറന്ന് ഭൗതിക ദേഹത്തിനു സുഖമരുളുകയാണു അവരുടെ ജീവിത ലക്ഷ്യം. അവരുടെ പുറപ്പാട് ആത്മഹത്യാപരമാണെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. കാരണം ഭൗതിക ശരീരത്തോടും അതിൻ്റെ സുഖസൗകര്യങ്ങളോടുള്ള അതിരുകവിഞ്ഞ ആസക്തി
ജനന മരണങ്ങളുടെ ഒരിക്കലും അവസാനിക്കാത്ത പ്രക്രിയയിൽപ്പെട്ട് അലഞ്ഞു തിരിയാനും ഒരു പതിവു നടപടിയെന്നോണം ഭൗതിക വേദനകൾ അനുഭവിക്കാനും ജീവാത്മാവിനെ നിർബന്ധിതനാക്കുന്നു. മനുഷ്യജന്മം ഒരുവന് അവൻ്റെ സ്വന്തം നില മനസ്സിലാക്കാനുള്ള അവസരം നൽകുന്നു. മാത്രമല്ല, ബുദ്ധിശാലികൾ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സും വ്യാപരിപ്പിക്കാനായി ഒരിക്കലും വ്യതിചലിക്കാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ.